അപ്രതീക്ഷിതമായി മഴ കനത്തപ്പോൾ മുളപ്രയിൽ താൽക്കാലിക നടപ്പാലം തകർന്നൊലിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കുത്തൊഴുക്കിന്റെ തട്ടിൽ കോൺക്രീറ്റ് പാലം വിറച്ചു. ഇരുകര തൊടാനാവാതെ നാട്ടുകാർ പകച്ചു. ദേശക്കാരാകെ ആശങ്കയിലാഴ്ത്തിയ നിമിഷങ്ങളാണ് കഴിഞ്ഞ രാത്രി കടന്നുപോയത്. മുളപ്രയിൽ പഞ്ചായത്ത് താൽക്കാലിക നടപ്പാലം ഒരുക്കും. കനത്ത മഴയിൽ പാഴ്മരങ്ങളും മറ്റും ഒലിച്ചു വന്നാണ് കഴിഞ്ഞ ദിവസം താൽക്കാലിക നടപ്പാലം തകരാൻ ഇടയായത്. പുതിയ പാലം നിർമ്മിക്കുന്ന മുളപ്രയിൽ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ തട്ടുപലക എടുക്കാത്തതിനാലും പാർശ്വഭാഗത്തെ കോൺക്രീറ്റ് വർക്ക് പൂർത്തിയാകാത്തതിനാലും പാലം അപകടഭീതിയിലാകുമോ എന്ന ശങ്ക നിലനിന്നിരുന്നു. പാലത്തിന് സമീപം ഒഴുകിയെത്തിയ ചരയും മറ്റ് വേസ്റ്റ് വസ്തുക്കളും പഞ്ചായത്ത് അംഗങ്ങളായ PV വിജയൻ, അനീഷ് ആൻ്റണി എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും മറ്റും മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. ഇനിയും കനത്ത മഴ പെയ്താൽ ഒഴുകിയെത്തുന്ന വേസ്റ്റ് വസ്തുക്കൾ പാലത്തിന് ഭീഷണിയാകുമോ എന്ന ശങ്കയുണ്ടെന്നും പാറോത്തുനീർ മുളപ്ര ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് ഇരുകര കടക്കാൻ താൽക്കാലിക നടപ്പാലം അത്യാവശ്യമാണെന്നും പഞ്ചായത്ത് അംഗം PV വിജയൻ പറഞ്ഞു. ഉണങ്ങിയ മരങ്ങളെല്ലാം തുടങ്ങി വന്ന് നമ്മുടെ പാലത്തിൻ്റെ ആംഗ്ലിയറിന് മുഴുവൻ തങ്ങി കിടക്കുകയാണ്. ഏകദേശം 1.5 മീറ്ററോളം പൊക്കത്തിൽ അത് ചണ്ടിയും ചരയും പൊങ്ങി വന്നുകൊണ്ട് അത്രയും വെള്ളം അണക്കെട്ട് പോലെയാണ് ഇവിടെ ഉണ്ടായിരുന്ന അവസ്ഥ. നമ്മളെല്ലാം വളരെ ഭീതിയിലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പാൻ അടിയിൽ തട്ടിപ്പോയാലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കാരണം കോൺക്രീറ്റിനൊന്നും സംഭവിക്കില്ല. കാരണം 10-20 ദിവസമായി ബീം വാർത്തുകൊണ്ട് കോൺക്രീറ്റിനൊന്നും സംഭവിക്കില്ല. എന്നിരുന്നാലും കോൺട്രാക്ടറുടെ നമ്മുടെ ഈ ആംഗ്ലറും മുട്ടും മുഴുവൻ ബെൻഡാവുകയും നശീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. ഏതായാലും ഭാഗ്യം മുതൽ ഞങ്ങളെല്ലാവരും താൽക്കാലിക നടപ്പാലമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. താൽക്കാലിക നടപ്പാലം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് അന്ന് തന്നെ ജനകീയമായി ഉണ്ടാക്കിയ പാലമായിരുന്നു. ഇനിയിപ്പോൾ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ ബാക്കി പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക പാലം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം പഞ്ചായത്തും മറ്റുള്ള അധികൃതരും ചെയ്തു തരുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. വൈസ് പ്രസിഡന്റ് ഇവിടെ തന്നെ ഉണ്ട്. ആ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഏതായാലും ജനങ്ങളുടെ സജീവമായ പങ്കാളിത്തം കൊണ്ട് ഇത്രയും വലിയൊരു അപകടാവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് മുളപ്ര പാലം പോയി എന്നൊക്കെ ഒരു ചാനലിൽ വാർത്ത വന്നിരുന്നു. പക്ഷേ താൽക്കാലിക പാലമാണ്. അവിടെ അത് ഒഴുകിപ്പോയിട്ടുമില്ല. അത് അതിൻ്റെ അടിയിൽ താൽക്കാലികമായി കൊടുത്ത മുട്ട് തട്ടി അതിങ്ങനെ സൈഡിലേക്ക് മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പം അതെല്ലാം വലിച്ച്, അതുപോലെ തന്നെ പുഴയിൽ പൈപ്പുണ്ട്. ഈ പൈപ്പ് അടിയന്തരമായിട്ട് മാറ്റേണ്ട സ്ഥിതിവിശേഷം അത് പഞ്ചായത്താണോ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ ലെവലിലാണ് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതും അടിയന്തരമായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ വെള്ളം സ്വതന്ത്രമായി ഒഴുകി പോകില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അധികൃതരാണ് ചെയ്യേണ്ടത്. അവരുടെ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ശക്തമായ മഴയിൽ താൽക്കാലിക നടപ്പാലം തകർന്ന മുളപ്ര പുഴയ്ക്ക് കുറുകെ പുതിയ താൽക്കാലിക നടപ്പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പറഞ്ഞു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഈ മുളപ്ര പാലത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയിൽ ഈ പ്രദേശത്ത് താൽക്കാലിക പാലം തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തെ മെമ്പർമാർ, നമ്മുടെ വിജയേട്ടനും അനീഷ് ആൻ്റണിയും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ മുതൽ ഇവിടെ സജീവ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ഒരാവശ്യം എന്ന് പറയുന്നതും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് ഇവിടെ താൽക്കാലികമായിട്ട് ഒരു നടപ്പാലം അതിനൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളത്. ഏതായാലും പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് താൽക്കാലിക പ്രശ്നപരിഹാരത്തിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ്. ഈ മുളപ്ര പാലത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയിൽ ഈ പ്രദേശത്തെ താൽക്കാലിക പാലം തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തെ മെമ്പർമാർ, നമ്മുടെ വിജയേട്ടനും അനീഷ് ആൻ്റണിയും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ മുതൽ ഇവിടെ സജീവ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ഒരാവശ്യം എന്ന് പറയുന്നതും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് ഇവിടെ താൽക്കാലികമായിട്ട് ഒരു നടപ്പാലം അതിനൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളത്. ഏതായാലും പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് താൽക്കാലിക പ്രശ്നപരിഹാരത്തിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD പ്രവീൺ എന്നിവരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നോക്കിക്കണ്ടു.
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.